الناس ملك الناس إله الناس من شر الوسواس الناس الذي يضر الناس من الجنة والناس. الحمد لله رب العالمين. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. آمين. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى الله. اللهم آمين. صل وسلم وبارك على رسولك سيدنا محمد وعلى آله صلى الله عليه وسلم. وصحبه مولانا محمد. اللهم اللهم صل صل وبلغ وسلم. منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرة النبي المصطفى محمد صلى الله صلى عليه الله وسلم. عليه وسلم. اللهم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والعظماء والشهداء والصديقين صدق منهم إلى حوصنا بالدعاء من أموالهم يا رب العالمين. اللهم آمين. بحقهم بارك لنا في جميع أمورنا سيما في درسنا هذا يا رب العالمين. آمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما نافعا. الحمد لله آمين. على كل حال ونعوذ بالله من حال أهل النار. اللهم آمين. ربنا أوصل وبلغ منا ثواب قراءتنا بركة دعائنا إلى حضرات أمهاتهم من آبائنا وأمهاتنا وسائر آمين. أقاربنا الموتى. اللهم اغفر لنا ولهم يا رب العالمين واجعل ثواب آمين. قراءتنا مونسا لنا ولهم في القبر يا أرحم الراحمين. ربنا آمين. تقبل منا إنك أنت السميع العليم وتب علينا آمين. إنك أنت التواب الرحيم. آمين آمين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ആൾക്കാർ ഉറക്കത്തിലാണോ തോന്നില്ലേ? നടിച്ച ഗ്രൂപ്പിൽ നടിച്ചേക്ക്. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ വേദിയെ സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ ആയാത്ത് ശിഫാഇന്റെ ഹഖുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നമ്മോട് വേണ്ടപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു തആല പൂർണ്ണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ നമ്മള് സൂറത്തുൽ ഫാത്തിഹയിലെ ചർച്ച ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന ആയത്തോടുകൂടെ ഫാത്തിഹ കഴിഞ്ഞു. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഫാത്തിഹയിൽ ആമീൻ ചൊല്ലൽ സുന്നത്താണ്. ആമീൻ അത് ഫാത്തിഹയുടെ കാണുന്നില്ലേ? ഉണ്ട്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ പറഞ്ഞ ഉടനെ ആമീൻ പറയൽ സുന്നത്താണ്. അപ്പൊ നമ്മളിന്ന് ആമീനെ കുറിച്ച് തഅ്മീന്റെ ചർച്ച, ആമീൻ പറയുന്ന ചർച്ച. ആമീൻ ലൈസ മിനൽ ഖുർആനി. ഈ ആമീൻ എന്ന പദപ്രയോഗം അത് ഖുർആനിൽ പെട്ടതല്ല. അങ്ങനെ ഖുർആനിൽ പെടാത്തതായതുകൊണ്ടാണ് സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹു എഴുതാതിരുന്നത്.
അതാ. അപ്പൊ പരിശുദ്ധ ഖുർആനിലെത്തിയ ഖുർആനില്ലാത്ത വേറെ ഒന്നും വരാൻ പാടില്ല. വലിയ ജാഗ്രതയുള്ളവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് റളിയല്ലാഹു തആല ആമീൻ പറയൽ സുന്നത്താണ്, അവരങ്ങനെ പറയാറുമുണ്ട്. എന്നാൽ ആമീൻ ഖുർആനിൽ എഴുതിയില്ല. സൂറത്തുൽ ഫാത്തിഹാന്റെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ശേഷം ആമീൻ എഴുതിയില്ല. അപ്പൊ എഴുതാഞ്ഞത് ആമീൻ ലൈസ മിനൽ ഖുർആനിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ വിഫാഖൻ ലാക്കിൻ യുസമ്മു ഖത്ബ ആമീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ശഫീ മദ്ഹബ് അനുസരിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അല്ല, ബിസ്മി സൂറത്തുൽ ഫാത്തിഹാന്റെ ഇതിൽ പെട്ടതാണ്. കാരണം എന്താ, ബിസ്മി സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ഖുർആനിൽ എഴുതി അത് ഖുർആന്റെ ഭാഗമായതുകൊണ്ട് മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു തആല എഴുതിയത്. അതില്ലായിരുന്നെങ്കിൽ ഇത് എഴുതുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, വേറെ കുറെ സംഭവങ്ങൾ നമ്മൾ മആശിർ ഷാഫിയ ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബ് അഹാദിസ് കതീറ തദുല്ലു അലാ അന്നൽ ബസ്മലത ആയത്തുൻ മിൻ ആയത്തിൽ ഫാത്തിഹ. ധാരാളം തെളിവുകളുണ്ട്. ഫാത്തിഹ സൂറത്തിലെ ബിസ്മി ഒരായത്താണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഖറഅ ബസ്മലത ഫി അവ്വൽ ഫാത്തിഹ ഫി സ്വലാത്തി വഅദ്ദഹ ആയത്തൻ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹ ഓതി അതിലൊരു ആയത്തായിട്ട് ബിസ്മി എണ്ണി. അതൊരു തെളിവാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫി ഖൗലിഹി തആല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്ത് വലഖദ് ആതീനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെയും അതുപോലെ ആവർത്തിക്കപ്പെടുന്ന 7നെയും തങ്ങൾക്ക് നൽകിയെന്ന് പറഞ്ഞതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഹിയ ഫാത്തിഹത്തുൽ കിതാബ്, അത് ഫാത്തിഹ സൂറത്താന്ന് പറഞ്ഞു. ആവർത്തിക്കപ്പെടുന്ന 7 എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ആണെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖീല, അപ്പൊ ചോദിക്കപ്പെട്ടു, ഫൈന സാബിഅ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് അതിൽ 6 ആയത്തിൽ കാണുന്നുള്ളൂ, 7ാമത്തെ ആയത്ത് എവിടെ? വഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണെന്ന് ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് പറഞ്ഞു. അപ്പൊ അതടിസ്ഥാനത്തിലും നമ്മുടെ ഷാഫി മദ്ഹബ് പറയുന്നത് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ്? ഫാത്തിഹ സൂറത്തിലെ ഒരു ആയത്താണ്. അഖ്റജഹ ഇബ്നു ഖുസൈമ വഗൈറുഹു, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അതുപോലെ ഒമാർ ദാറുഖുത്നി, ഇമാം ദാറുഖുത്നി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല, അബൂ ഹുറൈറ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു, ഇദാ ഖറഅതുൽ ഹംദ ലില്ലാഹ്, ഇദാ ഖറഅതുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഫഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുവീൻ. അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം. ഫഇന്നഹാ ഉമ്മുൽ ഖുർആനി ഉമ്മുൽ കിതാബ് വസബഉൽ മസാനി. കാരണം ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്, ഉമ്മുൽ കിതാബാണ്, ആവർത്തിക്കപ്പെടുന്ന 7കളാണ്. ഓ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഹദു ആയാതിഹ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിലെ ഒരു ആയത്താണ്. അങ്ങനെ സ്പഷ്ടമായി പറഞ്ഞു ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി. അപ്പോ ഒമാർ അബദ്ദാറുഖുത്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂലുള്ളാഹി കാന യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആഖിരിഹ ഖതഅഹ ആയത്തൻ വഅദ്ദഹ അദ്ദൽ ഇറാബ് അദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തൻ. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ ഒരു ആയത്തായിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മഹാന്മാര് പറഞ്ഞു, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഈ സൂറത്തുകളുടെ കൂട്ടത്തിൽ കൂട്ടി എഴുതി. അതുകൊണ്ട് തന്നെ ആ സൂറത്തുകളിലെ ഒരു ആയത്താണ് ഈ ബിസ്മി. അപ്പൊ അങ്ങനെ ഖുർആനിൽപ്പെട്ടത് അല്ലെങ്കിൽ ഖുർആനിൽപ്പെട്ട വിടാത്ത ഒന്നും എവിടെ വരൂല, മുസ്ഹഫിൽ എഴുതൂല. ഉസ്മാൻ റളിയല്ലാഹു തആല കാലത്തുണ്ടെങ്കിൽ മുസ്ഹഫിൽ എഴുതൂല. അതുകൊണ്ട് ആമീൻ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ആമീൻ എഴുതാത്തത് കൊണ്ട് ആമീൻ പറയൽ സുന്നത്താണ്. അതാ ലാക്കിൻ യുസന്നു ഖത്മു സൂറത്തി ബിഹി, ആമീൻ കൊണ്ട് സൂറത്തിനെ അവസാനിപ്പിക്കൽ സുന്നത്താണ്. അപ്പൊ വലദ്ദാല്ലീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതൊരു വലിയ ദുആ ആണ്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഉടനെ ആമീൻ എന്ന് പറയണം. അതിന്റെ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹുവിന്റെ വാക്കിന് വേണ്ടിയാണ്. എന്ത് പറഞ്ഞു? അല്ലമനി ജിബ്രീലു, ജിബ്രീൽ എനിക്ക് പഠിപ്പിച്ചു തന്നു ആമീൻ, ആമീൻ എന്ന പറയലിനെ പഠിപ്പിച്ചു തന്നു. ഇന്ദ ഫറാഗി മിൻ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്തിന് വിരമിക്കുമ്പോൾ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് വിരമിക്കുമ്പോൾ ആമീൻ എന്ന് പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ പഠിപ്പിച്ചു എന്ന് ആര് പറയുകയാണ്? സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീനെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു കൽ ഖത്മി അൽ കിതാബ്, ഈ ആമീൻ എന്നത് അത് വിശുദ്ധ ഖുർആൻ ഒരു സ്റ്റാമ്പ് പോലെയാണ്, സീലാണ്, മുദ്രയാണ്. വിശുദ്ധ ഖുർആനുള്ള ഒരു മുദ്രയാണ്, സ്റ്റാമ്പാണ് ആമീൻ എന്ന് വെച്ചാൽ അർത്ഥം എന്തായി? ലായുത്തദ്ദു ബിദ്ദുആഇ ബിദൂനി, അഥവാ ഈ സൂറത്തുൽ ഫാത്തിഹ വലിയൊരു ദുആ ആണ്. പക്ഷെ ആ ദുആ സ്വീകരിക്കണം എന്ത് വേണോ? ഈ സ്റ്റാമ്പ് വെക്കണം.
കമാ അന്നൽ കിതാബലാ യുക്തബ് ബിഹി ഇദാ ലം യുക്തം. ഒരു കത്ത്, ഒരു ലെറ്റർ, ആ ലെറ്ററിന് എന്ത് ചെയ്യാ, മുദ്ര ഉണ്ടാകുമ്പോഴാ, സ്റ്റാമ്പ് ഉണ്ടാകുമ്പോഴാ ആ കത്തിനെ പരിഗണിക്കപ്പെടുന്നത് പോലെ ആമീൻ ഓതിയാൽ ആ ദുആ സ്വീകരിക്കപ്പെടുന്നത്, ഈ അല്ല ഫാത്തിഹ ഓതിയാൽ ആ ദുആ സ്വീകരിക്കപ്പെടുന്നത് ഈ ആമീൻ ചൊല്ലൽ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആമീൻ ചൊല്ലൽ സുന്നത്താണ്. ഈ ആമീനെ കുറിച്ച് പറയുമ്പോൾ ഇമാമു ഫിൽ ജഹ്രിയ, ഉറക്കെ വന്ന നിസ്കാരങ്ങൾ ആ ഇമാം എന്ത് ചെയ്യണം, ആമീൻ ഉറക്കെ ചൊല്ലണം. നമുക്കൊക്കെ അറിയാവുന്ന പോലെ അങ്ങനെയാണ്. ഉറക്കെ വന്ന മഗ്രിബ്, ഇശാ, സുബ്ഹ് നിസ്കാരങ്ങളിലൊക്കെ ഇമാം എന്താണ്, ഉറക്കെയാണ് ആമീൻ ചൊല്ലേണ്ടത്. ലിമാ റുവിയാൻ വായി ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, വായി ഇബ്നു ഹജർ റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസിന് വേണ്ടി എന്താ, അന്നഹു അലൈഹിസ്സലാം, വായി ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നഹു അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖറഅ വലദ്ദാല്ലീൻ, വലദ്ദാല്ലീൻ എന്ന് നബി സല്ലല്ലാഹു ഓതിയാൽ ഖാല, അവിടുന്ന് പറയും ആമീൻ, ആമീൻ എന്ന് പറയുമായിരുന്നു. പറയുമെന്ന് മാത്രമല്ല വറഫഅ ബിഹാ സൗത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ കൊണ്ട് ശബ്ദം ഉയർത്തുമായിരുന്നു. അപ്പൊ ഇനി വേറെ ആരും ഒന്നും ചെയ്യാത്ത നമ്മൾ നോക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുമായിരുന്നു, ആമീൻ കൊണ്ട് ശബ്ദം ഉയർത്തുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓതുന്ന ആൾ ഉറക്കെ ആമീൻ പറയണം. അത് വൽ മഅ്മൂമു യുഅമ്മിനു മഅൽ ഇമാമി, മഅ്മൂമായി നിൽക്കുന്നവർ, ഇമാമിന്റെ പിന്നാലെ നിൽക്കുന്ന ആൾക്കാർ ഇമാമിനോടൊപ്പം ആമീൻ പറയണം. ഇമാമിനോടൊപ്പം നിർവഹിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഗതിയേ ഉള്ളൂ ആമീൻ പറച്ചിലാണ്. ബാക്കിയില്ല ഇമാമിന്റെ പിന്നാലെ വേണം. ഇമാമിനേക്കാൾ മുൻകടക്കാൻ പാടില്ല. ഇമാമിനേക്കാൾ മുൻകടക്കൽ കറാഹത്താണ്. അത് ഇമാമിനോടൊപ്പം കൂടെ നിർവഹിക്കാൻ പറ്റുന്ന സംഗതിയാണ് ആമീൻ പറയൽ. അത് ആമീൻ ഇമാമിനോടൊപ്പം പറയണം. എന്താ അങ്ങനെ പറയണമെന്ന് പറയാൻ കാരണം ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് വേണ്ടിയാണ്. എന്താ നബി പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു വലദ്ദാല്ലീൻ, ഇമാം വലദ്ദാല്ലീൻ എന്ന് ഓതിയാൽ, ഇമാം വലദ്ദാല്ലീൻ എന്ന് ഓതിയാൽ ഫഖൂലു ആമീൻ, അപ്പൊ നിങ്ങളും ആമീൻ എന്ന് പറയണം. നബി സല്ലല്ലാഹു പറയാണ്, ഇമാം വലദ്ദാല്ലീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയണം. കാരണം ഫൈനൽ മലായികത, നിശ്ചയമായും മാലാകമാർ തഖൂലു, ആ മാലാകമാര് പറയുന്നുണ്ട് ആമീൻ ആമീൻ എന്ന്. ഇമാം വലദ്ദാല്ലീൻ പറയുമ്പോ അപ്പൊ നിങ്ങൾ കേൾക്കാത്ത മാലാകമാർ ആമീൻ ഇവിടെയുണ്ട്. മാലാകമാർ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക, ഫമൻ വാഫഖ തഅ്മീനുഹു, ഒരാളുടെ ആമീൻ ഒത്തു വന്നാൽ, തഅ്മീനൽ മലായികത്തി, മാലാകമാരുടെ ആമീൻ പറച്ചിനോട് ഒത്തു വന്നാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ഗതകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വലിയ പ്രതിഫലമുള്ള സംഗതിയാണ് ആമീൻ പറച്ചിൽ. ആമീൻ എന്ന് ഇമാമിനോടൊപ്പം പറയണം. അങ്ങനെ പറയുമ്പോഴുള്ള ഗുണം, ഈ മാലാകമാരുടെ ആമീനോടൊപ്പം ഒത്തുവരും. മാലാകമാർ അങ്ങനെ ആമീൻ പറയുന്നുണ്ട്. അങ്ങനെ ആമീനുകൾ ഒത്തു വന്നാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചത് കാണാം. അപ്പൊ ആമീൻ പറയൽ സുന്നത്താണ്. ഞാൻ പറയണത് എപ്പോഴാ, വലദ്ദാലി എന്ന് പറയുമ്പോഴേക്ക് എന്ത് ചെയ്യാ, വലദ്ദാലി നൂന് പറയുന്ന ആമീൻ പറയാൻ പാടുണ്ടോ? ഇല്ല. തൈമീനി ആമീനെ കൊണ്ടുവരേണ്ടത് സക്കത്തത്തിൽ അലാ നൂനി വലദ്ദാലീൻ, വലദ്ദാലീൻ അവസാനം നൂനുണ്ട്, ആ നൂനിന് സുക്കും കൂടെ നിർത്തണം. വലദ്ദാലീൻ എന്നിങ്ങനെ ആ വലദ്ദാലിന്റെ അവസാന നൂന് സുക്കും കൊടുത്ത ശേഷം ഒരല്പം ഒരടക്കം, ഒരു 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 ചെറിയ അടക്കം, ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന സമയം വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒന്ന് ആശ്വാസം കൊണ്ട ശേഷം വേണം പിന്നെന്ത് പറയാൻ. വലദ്ദാലീനെയും ആമീനെയും വേർതിരിച്ച് പറയണതാണ്. ആ വലദ്ദാലീന്റെ അവസാനത്തെ നൂന് സുക്കും കൊടുത്ത ശേഷം അതിനുശേഷം ഒന്ന് അടങ്ങിയിട്ട് വേണം എന്ത് പറയാൻ, ആമീൻ എന്ന് പറയാൻ. എന്തിനാ അങ്ങനെ ഒരു സ്റ്റോപ്പ് വിടുന്നത്? ഖുർആൻ ഈ ഖുർആൻ അല്ലാത്ത വേർതിരിയാൻ വേണ്ടിയാണ്. വലദ്ദാലീൻ വരെ ഓതിയത് ഖുർആനാണ്, പിന്നെ പറയുന്ന ആമീൻ ഖുർആനിൽ പെട്ടതല്ല. അപ്പൊ അതുകൊണ്ട് ആ വേർതിരിയോടെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കൽ അത് വേണ്ടതുണ്ട്. വലദ്ദാലീൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഒരു സഖ്യത. ഇതൊക്കെ അറിയുന്നവരാ ചെയ്യുക, അറിയാത്തവരിങ്ങനെ പല രീതിയിലും ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ വിമർശിക്കുകയോ എന്നാൽ അത് മാതൃകയാക്കുകയോ ചെയ്യാൻ പാടില്ല. ആമീനെ കുറിച്ച് പറയട്ടെ. ആമീൻ അത് നമ്മൾ ചെയ്യുന്ന ഫാത്തിഹ സൂറത്തിന്റെ ഫാത്തിഹ ഒരു വലിയ ദുആ ആണ്. ആ ദുആന് ഒരു ശക്തി പകരുന്നതാണ് ആമീൻ. മാത്രമല്ല ബറക്കത്ത് ചൊരിയാൻ കാരണമാണ് ആമീൻ. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മുദ്രയാണ് ആമീൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രാധാന്യം ആമീൻ ഉണ്ട്. അതുകൊണ്ട് ആമീൻ പറയൽ വേണ്ടതുണ്ട്.
ഇനി ലഫ്ളു ആമീൻ, ആമീൻ എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ ഫീഹി ലുഗത്ത്, രണ്ട് ലുഗത്തുണ്ട്. അൽ മദ്ദു അലാ വസ്നി ഫാഈൽ, നമ്മളൊക്കെ പറയുന്ന പോലെ യാസീൻ എന്ന് പറയുന്ന പോലെ ആമീൻ എന്ന് പറയാം. ഇനി വൽ ഖസ്റു അലാ വസ്നി യമീൻ, അമീൻ എന്നെന്ത് ചെയ്യുക, അങ്ങനെ ചുരുക്കിയിട്ടും പ്രയോഗമുണ്ട്. ആമീൻ നമ്മൾ പറയുന്നത് പോലെ എന്താണ്, നീട്ടി പറയലാണ് കൂടുതൽ നല്ലത്. വമഅനാഹു ഇൻദ അക്സരി അഹ്ലിൽ ഇൽമി, എന്താ ഈ ആമീൻ എന്നതിന്റെ അർത്ഥം? വമഅനാഹു, ആമീൻ എന്നതിന്റെ അർത്ഥം, മഅന ഇൻദ അക്സരി അഹ്ലിൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാർക്ക് ധാരാളം ആൾക്കാരുടെങ്കിലും അതിന്റെ അർത്ഥം ഇതാണ്, അല്ലാഹുമ്മ സ്തജിബ് ലനാ. അങ്ങനെ ഒറ്റ പദമാണെങ്കിലും ആ ഒരു പദത്തിന് ഇതാ അർത്ഥം, അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ റബ്ബേ എന്ന. അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുമ്മ സ്തജിബ് ലനാ, അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരണേ റബ്ബേ, ഉത്തരം തരണേ റബ്ബേ എന്നാണ് ആ ഒരു ആമീൻ എന്ന പദത്തിന്റെ അർത്ഥം. കാരണം ഈ അറബിയിൽ, അറബി ഭാഷ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ, ഇസ്മ, ഫീല്, ഹർഫ്, ഈ മൂന്നെണ്ണം ഉള്ളു. ഈ മൂന്നെണ്ണം അല്ലാത്തൊരു നാലാമതൊരു സംഗതിയാണിത്, അതാ ഇസ്മ ഫീൽ എന്ന് പറയും. ഇസ്മും ഫീലും കൂടി ഒരു സംഗതിയായിട്ടുള്ളതാണ് ഈ പറഞ്ഞ ആമീൻ എന്ന പദപ്രയോഗം. ഇസ്മുൽ ഫീലി ഹോ ഇസ്തജിബ്, ഇസ്തജിബ് എന്ന അർത്ഥത്തിലുള്ള ഇസ്മു ഫീലാണ് ഈ ആമീൻ എന്ന പദപ്രയോഗം, ഒരു സ്പെഷ്യൽ പ്രയോഗമാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്, അല്ലാഹുമ്മ സ്തജിബ് ലനാ, പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ ദുആന് ഉത്തരം നൽകണേ റബ്ബേ എന്ന വലിയ അർത്ഥമാണ് ആമീൻ എന്നതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആമീൻ ചൊല്ലൽ ഫാത്തിഹ ഓതിയ ആൾക്കും കേട്ട ആൾക്കും ഒക്കെ സുന്നത്താണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, മഹാനായ നബി സ്വല്ലല്ലാഹു പറയുകയാണ്, മാ ഹസദത്തുകുമുൽ യഹൂദു അലാ ഷൈഇൻ മാ ഹസദത്തുകും അലാ ഖൗലി ആമീൻ ഫഅക്സിറു മിൻ ഖൗലി ആമീൻ. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മാ ഹസദത്തുകും, നിങ്ങളോട് അസൂയ വെച്ചിട്ടില്ല, അൽ യഹൂദു ജൂതന്മാർ, അലാ ഷൈഇൻ ഒരു കാര്യത്തിൽ, മാ ഹസദത്തുകും അലാ ഖൗലി ആമീൻ, ഏതുപോലെ നിങ്ങൾ ആമീൻ പറച്ചിൽ ആ ജൂതന്മാര് അസൂയ വെച്ചതുപോലെ വേറൊരു വിഷയത്തിന് അസൂയ വെച്ചിട്ടില്ല. ജൂതന്മാർക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഈ ഒരു ഒത്തൊരുമയോടുകൂടെ അല്ലാഹുവിനെയും പറയുമ്പോ എല്ലാവരും ആമീൻ പറയുന്ന എല്ലാവരും കൂട്ടിച്ചേർന്നുകൊണ്ട് ആമീൻ പറയുന്ന ഒരു ശൈലി, ശൈലിയാണ്. അത് കണ്ടതിൽ ജൂതന്മാർക്ക് വലിയ അസൂയാണ്, അടങ്ങാത്ത വിദ്വേഷമാണ്. അപ്പൊ ജൂതന്മാരെ ആമീന്റെ കാര്യത്തിൽ അസൂയ വെച്ചതുപോലെ വേറൊരു കാര്യത്തിൽ നിങ്ങളോട് അസൂയ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഫാക്സിറു, നിങ്ങൾ അധികരിപ്പിക്കുവീൻ ഖൗലി ആമീൻ, ആമീൻ എന്ന വാക്കിനെ നിങ്ങൾ അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ഹദീസുണ്ട്. ആമീൻ എന്ത് ചെയ്യുക, നിങ്ങൾ ആമീൻ പറച്ചിൽ ജൂതന്മാർക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ആമീൻ ധാരാളമായി പറഞ്ഞോളൂ. ഈ ഹദീസ് റവാഹു ഇബ്നു മാജ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ ഹദീസ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആമീൻ പറച്ചിലിന്, ആമീൻ പറയുന്നതിന് പ്രാധാന്യം അവിടുന്ന് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? ആമീൻ പറയുന്നത് അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ, ഇപ്പൊ എന്താ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നില്ല. കാണുന്നുണ്ട്. ഇപ്പം കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലേ? ഇല്ല. കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ ചൊല്ല വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആമീനിന്റെ വർദ്ധിപ്പിക്കൽ നല്ലതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നാണ്. അപ്പൊ ഇമാം റാസി റളിയല്ലാഹു തആല സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫാത്തിഹയുടെ വലിയ പ്രാധാന്യത്തെ കുറിച്ച്. അപ്പൊ അതിൽ ബഹുമാനപ്പെട്ടവർ പറയാണ്, സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ നമുക്കറിയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ, ഇങ്ങനെ ആദ്യം അള്ളാഹുവിനെ ഹംദ് ചെയ്തു, പിന്നെ അള്ളാഹുവിനെ മദ്ഹ് ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു ഹംദ് കൊണ്ടും മദ്ഹ് കൊണ്ടും തുടങ്ങുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭം അള്ളാഹുവിന്റെ ഹംദും പിന്നെ അള്ളാഹുവിന്റെ മദ്ഹുമാണ്. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ ഈമാനത്തിൽ തിരിഞ്ഞുപോയ ആൾക്കാരെ തൊട്ടുള്ള അവരെ തൊട്ടുള്ള ദമ്മാണ്, അവരെ ഇകഴ്ത്തി പറയലാണ് ഫാത്തിഹ സൂറത്തിലുള്ളത്.
ഈമാനത്തിൽ തിരിഞ്ഞു പോയ ആൾക്കാർ അവരെ ദമ്മിയൽ, അവരെ ഇകഴ്ത്തി പറയലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ത്വാഅത്ത് കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് എന്ത് അംഗീകരിച്ച ആൾക്കാർ അല്ല അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണങ്ങളും പറഞ്ഞു. അതേ സമയത്ത് അവസാനത്തിൽ എന്ത് പറഞ്ഞു? ഈ തെറ്റിപ്പോകുന്ന ആൾക്കാർ, നന്മയുടെ വഴി തെറ്റിപ്പോയ ആൾക്കാർക്ക് അവരെ കുറിച്ച് അള്ളാഹു എന്ന് പറഞ്ഞ ആക്ഷേപം അല്ലെങ്കിൽ അവർക്കുള്ള ദം അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തിപ്പറച്ചിലും ആ സൂറത്തുൽ ഫാത്തിഹയിൽ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹന്റെ ഈ ശൈലി അറിയിച്ചിരുന്നത്, ഈ സൂറത്തുൽ ഫാത്തിഹ കാണിച്ചിരുന്നത് അലാന്ന മത്ലഅൽ ഖൈറാത്ത് വ സആദ ഹുവൽ ഇഖ്ബാലു അലല്ലാഹ്, എല്ലാ നന്മകളുടെയും തുടക്കവും എല്ലാ വിജയങ്ങളുടെയും മേൽവിലാസം അള്ളാഹുവിലേക്ക് മുന്നിട്ട് വരലാണ്. അള്ളാഹുവിലേക്ക് മുന്നിട്ട് വരുമ്പോഴാണ് ഹംദും സനാവും എല്ലാം കിട്ടുക. അതിലാണ് എന്ത് കാര്യമുള്ളത്. എന്നാലോ മത്ലഉൽ ആഫാത്തി വറസുൽ മഖാഫാത്ത്, എല്ലാ അപകടങ്ങളുടെയും എല്ലാ പേടികളുടെയും ഹെഡ് അല്ലെ അതിന്റെ തുടക്കം അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞുകളയലും അള്ളാഹുവിന് വഴിപ്പെടുന്നതിന് വിദൂരത്താകലും അള്ളാഹുവിന്റെ സേവ, അള്ളാഹുവിന് ഇബാദത്ത് ഒഴിവാകലുമാണ് എല്ലാ ദമ്മുകൾ അല്ലെങ്കിൽ എല്ലാ അപകടങ്ങളുടെയും തുടക്കമെന്ന് കാണാം. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ ഹംദ് സനാ കൊണ്ട് തുടങ്ങി അവസാനം അള്ളാഹ് പറയുന്നത് എന്ത് അതാണ് കാണിക്കുന്നത്. എന്ന് മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയിൽ വേറൊരു സംഗതി ഉള്ളത് അൽ ഫായിദു സാബിയ, 7ാമത്തെ ഫായിദ പറയാണ്. ഈ ഫാത്തിഹ സൂറത്ത് അറിയിച്ചിരുന്നത് മൊത്തം മുകല്ലഫീങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ശാസനയ്ക്ക് വിധേയരാകുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും വരുന്ന മനുഷ്യന്മാർ, ആ മുകല്ലഫീങ്ങൾ, അവര് മൂന്ന് വിഭാഗമുണ്ടാവുക. ഒന്ന് അഹ്ലു ത്വാഅ, അള്ളാഹുവിന് വഴിപ്പെടുന്നവരുണ്ടാകും. അതിലേക്കുള്ള ഇശാറത്താണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു നീ അനുഗ്രഹിച്ചവരെന്ന് പറയുന്നവർ, അതിലേക്കുള്ള സൂചനയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം അഹ്ലുൽ മഅസിയ, പാപികളുണ്ടാകും. അഥവാ അമലുകളെ കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട് പാപികളായി. വിശ്വാസപരമായ എന്ത് ചെയ്യുക, അടിസ്ഥാന വിശ്വാസം ഉണ്ടാകും, എന്നാൽ കർമ്മങ്ങളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക, പാപികളായി പോയ മനുഷ്യന്മാർ. വൈലേഹിം ഇഷാറ, അവരിലേക്കുള്ള സൂചനയാണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായെന്ന് പറഞ്ഞാൽ ഒരു തഫ്സീർ അങ്ങനെയാണ്. അവരാരാണ്? പാപികളാണെന്നാൽ അങ്ങനത്തെ ഒരു വിഭാഗം മുകല്ലഫീങ്ങൾ ഉണ്ടാകും. വേറെ ഒരു വിഭാഗം വാഹുൽ ജഹിലി ഫീ ദീനില്ലാഹി വൽ കുഫർ, കുഫറിന്റെയും ജഹിലിന്റെയും അഹ്ലുക, ശരിയായ ഇൽമ കിട്ടാതെ അവിശ്വാസത്തിൽ അകട്ടിപ്പോയ മനുഷ്യന്മാർ. വൈലേഹിമുൽ ഇഷാറ ബി ഖൗലിഹി, അവരിലേക്കുള്ള ഫാത്തിഹ സൂറത്തിന്റെ സൂചനയാണ് വലദ്ദാലീൻ, വഴിപിഴച്ചു പോയവരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ മൂന്നാമത്തെ കക്ഷികളാകുന്ന കുഫറിന്റെയും ജഹിലിന്റെയും അഹ്ലുകാരാണ്. ഇങ്ങനെ മൊത്തം മുകല്ലഫീങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ശാസനയ്ക്ക് വിധേയരായ മനുഷ്യന്മാർ മൂന്നിനും ഉണ്ടാകുമെന്ന് സൂചന സൂറത്തുൽ ഫാത്തിഹ നൽകുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ധാരാളം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം എന്നാൽ വിശ്വാസിയുടെ മിഅ്റാജാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച പ്രകാരം വാനലോകങ്ങളെയും കടന്ന് അള്ളാഹു തീരുമാനിച്ച ഇടങ്ങളെല്ലാം പോയി വന്നു. അപ്പോ അതുപോലെ ഒരു വിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു കൊടുക്കുന്ന മിഅ്റാജാണ് നിസ്കാരം. അപ്പൊ ഇമാം റാസി ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇമാം റാസി പറയുന്നത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ അല്ലാഹു തആല അമന റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന് പറയുന്ന അവിടെ പറയുന്ന 7ഓളം ഗുണങ്ങൾ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രത്യേകതകളാണ്. അതാ هذه المراتب السبع المذكورة في آخر سورة البقرة ذكرها محمد عليه الصلاة والسلام في عالم الروحانية عند صعوده إلى المعراج فلما نزل من المعراج فاض أثر المصر على المظهر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിറാജിന്റെ രാത്രി അള്ളാഹുവിനെ കാണാൻ പോയപ്പോ അള്ളാഹു തആല ആ പ്രത്യേകമായ ക്ഷണം നൽകിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ആലം റൂഹാനിയാത്തിൽ നൽകിയ കുറെ ഫൈലാനുകളുണ്ട്. ആ ഫൈലാനെ ഓർമ്മപ്പെടുത്തുന്നതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ വരുന്ന 7 ദുആകൾ. അപ്പോ അതേ വിഷയങ്ങൾ തന്നെ, ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഫൈലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് ആ മിഅ്റാജ് രാത്രിയിൽ കിട്ടിയ ആ ഫൈലാനുകൾ ഒരു ഫാത്തിഹ സൂറത്ത് പോകുന്ന ആൾക്ക് ഈ ഫാത്തിഹ സൂറത്തിന്റെ പോകുന്ന ആൾക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് കിട്ടിയ അൻവാറുകളുടെ ഗുണങ്ങൾ എന്താണ് ഈ ഫാത്തിഹ സൂറത്തിലൂടെ കിട്ടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഒരു വിശ്വാസിയുടെ നിസ്കാരം എന്താണ്? ഒരു വിശ്വാസിയുടെ മിഅ്റാജാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിലെ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ഫാത്തിഹയിലെ 7 ആയത്ത് ആ 7 അൻവാറുകൾ സമ്മാനിക്കുന്നതാണ് എന്നർത്ഥം. അങ്ങനെ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഇതിന്റെ തഫ്സീർ പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം റാസി റളിയല്ലാഹു പറഞ്ഞു
വേറൊന്ന് മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ 7 ആയത്ത്. ആ സൂറത്തുൽ ഫാത്തിഹന്റെ 7 ആയത്തുകൾ ശരിക്കും പറഞ്ഞാൽ പിശാച് ഇഅലം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇഅലം അന്നൽ മദാഖിൽ അല്ലത്തി യഅതി ശൈത്താനു മിൻ ഖബലിഹാ ഫിൽ അസ്ലി സലാസ. ശൈത്താൻ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന അടിസ്ഥാനപരമായ വഴികൾ 3 എണ്ണമാണ്. പിശാച് നമ്മിലേക്ക് കടന്നു വരുന്ന അടിസ്ഥാന വഴികൾ 3 എണ്ണമാണ്. ഏതൊക്കെയാണ് 3 എണ്ണം? അശ്ശഹ്വത്ത്, ഒന്ന് വികാരം, വൽ ഖളബ്, മറ്റൊന്ന് കോപം, വൽ ഹവ, മറ്റൊന്ന് ഇച്ഛ. കാസർഗോഡ് ഇച്ഛയല്ല, ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നിച്ചകൾ. നമ്മുടെ പറയുന്നത് വേണ്ട, ശരിയച്ചാ പറയുന്നത് പറയണ്ട. വൽ ഹവ, ഹവ എന്ന് വെച്ചാൽ ഇച്ഛ. ഇച്ഛ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൽബിന്റെ തോന്നലുകൾ, ശൈത്താൻ ഇട്ട് തരുന്നതാണത്. അപ്പൊ ഇങ്ങനെ മനുഷ്യനിലേക്ക് ശൈത്താൻ കടക്കാനുള്ള വഴികൾ 3 എണ്ണമാണ്. ഒന്ന് അവന്റെ വികാരം, മറ്റൊന്ന് ഖളബ്, മറ്റൊന്ന് അവന്റെ ഇച്ഛകൾ, തോന്നിച്ചകൾ. അപ്പൊ ഇവിടെ ഇതിൽ വികാരം എന്ന് പറഞ്ഞ ഗുണം ബഹീമിയ, അത് മൃഗീയ സ്വഭാവമാണ്. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്, അതുണ്ടാകും. എല്ലാ മനുഷ്യരിലും എന്താണ്? മൃഗീയത ഉണ്ടാകും. മനുഷ്യനും മൃഗമാണ്. ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും മൃഗമാണ്, ജന്തുക്കളെല്ലാം മൃഗമാണ്. അപ്പൊ ആ ജന്തുശാസ്ത്രപരമായ തന്നെ ഗുണമാണ് ഈ സഹബത്ത്, വികാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ വികാരം അത് ഒരു ബഹീമിയായ മൃഗീയമായ സ്വഭാവമാണ്. അത് വൽ ഖളബ്, അവിടെ തന്നെ ഈ ഖളബ് എന്ന് പറഞ്ഞാലോ സബഈ, അത് വന്യമായ സ്വഭാവമാണ്. വന്യജീവികൾ, സിംഹം, പുലി പോലെയുള്ള അവകൾ കാണിക്കുന്ന ആക്രമിക്കാനുള്ള അല്ലെ കീഴ്പ്പെടുത്താനുള്ള ആ ഒരു ത്വര, അതാണ് വന്യമായ സ്വഭാവമാണ് ഖളബ് എന്ന് പറഞ്ഞാൽ. വൽ ഹവ, ഇച്ഛ എന്ന് പറഞ്ഞാൽ ശൈത്താനിയ, തീർത്തും ശൈത്താനിയാണ്. നമുക്ക് അള്ളാഹു തആല വെച്ച ഏറ്റവും വലിയ ശത്രുവായ ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. ആ ശൈത്താൻ ഇട്ടിരുന്ന ഒരു ചിന്തകളാണ് ഹവ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ തിന്മകളിലേക്കുള്ള അടിസ്ഥാന ചോദന 3 കാര്യങ്ങളാണ്: ശഹ്വത്ത്, ഖളബ്, ഹവ. അവിടെ മനസ്സിലാക്കേണ്ട ഫശ്ശഹ്വത്തു ആഫത്തുൻ, ശഹ്വത്ത് ഒരു ആപത്താണ്. ഈ വികാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അനിയന്ത്രിത വികാരം ആപത്താണ്. പക്ഷേ ലാക്കിൻ അൽ ഖളബു അഅളമു മിൻഹു, അതിനേക്കാൾ കേടാണ് ദേഷ്യം പിടിക്കൽ. വികാരം കൊള്ളുന്നതിനേക്കാൾ, വൈകാരികമായി സംഭവിക്കുന്നതിനേക്കാൾ കേടാണ് ദേഷ്യം പിടിക്കുക, ഖളബ്, ചൂടാവുക എന്ന് പറഞ്ഞാൽ. വൽ ഖളബു ആഫത്തുൻ, അതുപോലെ ചൂടാകൽ, ഖളബ് എന്ന് പറഞ്ഞാൽ അത് ആഫത്തിന്, അപകടമാണ്. ലാക്കിൻ ഹവ അഅളമു മിൻഹു, അതിനേക്കാൾ അപകടമാണ് ഈ തോന്നുന്ന ഇച്ഛകളെല്ലാം പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ. ഇച്ഛ അവനവന്റെ മനസ്സിനെന്തേ ശൈത്താൻ തോന്നിക്കുന്ന ഓരോ തോന്നിച്ചകൾ, ആ ഇച്ഛകൾക്കെല്ലാം പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ചൂടാകുന്നതിനേക്കാൾ, ഖളബിനേക്കാൾ വലിയ കേടാണ്. എല്ലാം തെറ്റാണ്, പക്ഷേ ഈ തെറ്റുകൾ കൂടെ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ഡിഗ്രി ഉള്ളത് എന്ത് ചെയ്യുക? ശഹ്വത്താണ്. ശഹ്വത്തിന് മേലെയാണ് ഖളബ്, ഖളബിനും മേലെയാണ് ഹവയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. അതാ വബിശ്ശഹ്വതി യസീറുൽ ഇൻസാനു ളാലിമുൻ ലിനഫ്സിഹി, കാരണം ഈ വികാരത്തിലൂടെ മനുഷ്യൻ എന്ത് ചെയ്യുക? അവനവന്റെ സ്വന്തം നഫ്സിനോട് അക്രമിയായി തീരുകയാണ്. ഒരു മനുഷ്യൻ അവൻ വികാരത്തിന് അതികടന്നു പോയാൽ, അവന്റെ വികാരത്തെ നിയന്ത്രിക്കാനായാൽ അവിടെ സംഭവിക്കുന്നത് അവന്റെ സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്തവനായി മാറുകയാണ്, അക്രമിയായി മാറുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ അബിൽ ഖളബി, ദേഷ്യം പിടിക്കുമ്പോ, കോപിക്കുമ്പോ, യസീറു ളാലിമൻ ലിഗൈരിഹി, മറ്റുള്ളവരോട് അക്രമിയായി മാറുകയാണ്. ഒരാൾ കോപിഷ്ഠനാകുമ്പോ അവൻ ആരോടാണോ കോപിക്കുന്നത് അവരോട് അക്രമം ചെയ്യുന്നവനായി മാറുകയാണ് കോപിക്കുന്നവൻ. അപ്പൊ ഖളബ് സംഗതി വികാരത്തെക്കാൾ അപകടകരമായതാണ്. അപ്പൊ ഖളബുണ്ടാകുമ്പോ അവൻ മറ്റുള്ളവരോട് അക്രമിയായി മാറുന്നു. വബിൽ ഹവ, ഇച്ഛയെ പിൻപറ്റുമ്പോ, അവനവൻ എന്താണോ തോന്നുന്നത് അതിന്റെ പിന്നാലെ പോകുമ്പോ യതഅദ്ദാ ദുൽമു ഇലാ ഹദറത്തി ജലാലില്ലാഹ്, അവന്റെ അക്രമം വിട്ടുകിടക്കുന്ന അള്ളാഹുവിന്റെ ഹദറത്തിലേക്കാണ്. യജമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് എത്തും. എന്താണ്? ഹവയുടെ പിന്നാലെ പോകുമ്പോൾ. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ഒരു സാധനമാണ് ഹവ എന്ന് പറഞ്ഞാൽ. അള്ളാഹ് ഇല്ലാത്ത ആർക്കെല്ലാം ആരാധിക്കുന്നു അവരെല്ലാം ചെയ്യുന്ന ഹവയെ പിൻപറ്റുകയാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നതിലേക്ക് കൂട്ടിപ്പോകുന്നതാണ് ഹവ എന്ന സംഗതി. അത് വലിയ ഗൗരവമുള്ളതാണ്. അതാ വലിഹാദ, ഇക്കാരണം കൊണ്ട് തന്നെയാണ് കാല അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ, അദ്ദുൽമു സലാസ, ദുൽമു 3 ഇനമുണ്ട്, അക്രമം 3 ഇനമുണ്ട്. നബി ഞങ്ങൾ പറയാ, ഫദുൽമുൻ ലാ യുഗ്ഫർ, ഒരു ദുൽമ് ഒരിക്കലും പൊറുക്കപ്പെടാത്ത ദുൽമാണ്, ഒരിക്കലും മാപ്പാക്കപ്പെടാത്ത ദുൽമാണ് ഒരു ദുൽമ്. അതുപോലെ ദുൽമുൻ ലാ യുത്രക്, വേറെ ഒരു ദുൽമ് ഒരിക്കലും ഒഴിച്ചിടൂല, അത് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനത്തെ ദുൽമാണ് ഒരു ദുൽമ്. മൂന്നാമത്തെ ദുൽമുൻ അസല്ലാഹു അയ്യതുറക്കഹു, മൂന്നാമത്തെ ഒരു ദുൽമ് അള്ളാഹു അത് ഒഴിവാക്കിയേക്കാം, അള്ളാഹു തആല അത് മാപ്പാക്കിയേക്കാം, അങ്ങനത്തെ ദുൽമ്.
ഇങ്ങനെ മൂന്നിനം ദുൽമുണ്ട്. ഒരിക്കലും അള്ളാഹു പൊറുക്കാത്ത ദുൽമുണ്ട്, അള്ളാഹു ചോദ്യം ചെയ്തിട്ട് മാത്രം വിടുന്ന, അള്ളാഹു ചോദ്യത്തിന് വിധേയമാക്കുന്ന ദുൽമുണ്ട്, ഇനി ചോദ്യത്തിന് വിധേയമാക്കാൻ അള്ളാഹു മാപ്പ് തരുന്ന ദുൽമുണ്ടാകാം എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു. അപ്പൊ ഏതാണ് ആ ദുൽമുകൾ? അതാ അതെ, അള്ളാഹ് ഒരിക്കലും മാപ്പാക്കാ ദുൽമെന്നാൽ അള്ളാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കലാണ്. മകനോട് പറഞ്ഞു കൊടുത്ത പോലെ ഏറ്റവും വലിയ ദുൽമ് അത് ശിർക്കാ ദുൽമാണ്. അപ്പോ ആ ശിർക്ക് ആ ദുൽമാണ്, ശിർക്കാ ദുൽമാണ്. ആ ശിർക്കാ ദുൽമ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹവയ്ക്ക് പിൻപറ്റലാണ്. ഹവയ്ക്ക് പിൻപറ്റുമ്പോഴാണ് അത് ഉണ്ടാകുക. ശേഷം പറയുന്നുണ്ട്. അപ്പോ ദുൽമ് ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ശിർക്ക് ഒരിക്കലും അള്ളാഹു മാപ്പാക്കുന്നതല്ല. അതാണ് നബി സല്ലല്ലാഹു പഠിപ്പിച്ചത്, ഒരിക്കലും മാപ്പാക്കാത്ത ദുൽമ്. ഇനി വദ്ദുൽമുല്ലദീ ലാ യുത്രകു, അള്ളാഹ് ഒരിക്കലും ഒഴിച്ചിടാത്ത ദുൽമ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു വിട്ടുകളയാത്ത ദുൽമ് എന്ന് പറഞ്ഞാൽ ദുൽമുൽ ഇബാദി ബഅദിഹിം ബഅദാ, അത് അടിമകൾ ചിലരോട് ചെയ്യുന്ന ദുൽമാണ്. നേരത്തെ പറഞ്ഞ കോപിക്കുന്ന ഒരാൾ കോപം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അവന്റെ കോപത്തിന് വിധേയനാകുന്ന ആരാണോ അയാളോട് ദുൽമ ചെയ്യുകയാണ്. ആ ദുൽമിന് ഒരിക്കലും അള്ളാഹ് വെറുതെ വിടൂല. കാരണം അള്ളാഹുവിനെ വിടാനുള്ള അർഹതയില്ല. ആരോടാണോ അവൻ കോപിച്ചത്, കോപിഷ്ഠനായവൻ അവൻ മാപ്പ് കൊടുത്താലേ അവന് രക്ഷയുള്ളൂ. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും ചിന്ത വേണ്ടതാണ്. സംഗതി ഏറ്റവും വലിയ കേടായ സ്വഭാവമാണ് എന്ത് ചെയ്യുക? ഒന്ന്, വൈകാരികമായി എന്തെങ്കിലും ചെയ്തു പോയി പറഞ്ഞു എന്നതിനേക്കാൾ, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ അശ്ലീലകരമായ കാര്യങ്ങളെക്കാളും വൃത്തികെട്ടതാണ് കോപിക്കുക എന്ന് പറഞ്ഞത്. അശ്ലീലകരമായ കാര്യങ്ങൾ, നമ്മളിപ്പോ അശ്ലീലകരമായ കാര്യങ്ങൾ സമൂഹത്തിൽ വളരെയധികം മോശമായി കാണും. എന്നാൽ ഒരാൾ ആവശ്യമില്ലാതെ അനാവശ്യമായി ചൂടാകുന്നതിന് നമുക്ക് വലിയ ഗൗരവം തോന്നില്ല. പക്ഷേ റബ്ബിന്റെ അടുക്കൽ വലിയ ഗൗരവം എന്താണ്? അനാവശ്യമായി ചൂടാകലാണ്. അനാവശ്യമായി ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുക? അതിലൂടെ അവന്റെ അക്രമം മറ്റുള്ളവരിലേക്ക് മാറുകയാണ്, മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനായി മാറുകയാണ്. അങ്ങനെ വരുമ്പോ പുറത്തു കിട്ടാൻ പ്രയാസമാണ്. അത് അള്ളാഹു ഒരിക്കലും ഒഴിവാക്കി വിടൂല. അതാ എവിടെ പറഞ്ഞു, അള്ളാഹ് ഒരിക്കലും ഒഴിച്ചിടാത്ത ദുൽമെന്ന് പറഞ്ഞാൽ അടിമകൾ ചിലരോട് ചെയ്യുന്ന ദുൽമാണ്. അതുപോലെ നമ്മൾ അവസാനം പറഞ്ഞു, മൂന്നാമത്തെ പൊറുക്കുന്നൊരു ദുൽമുണ്ട്. അള്ളാഹു ഒഴിവാക്കുന്ന ദുൽമെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം നഫ്സിലൂടെ ചെയ്യുന്ന ദുൽമാണ്, അഥവാ ശഹവത്തിലൂടെ ഉണ്ടാകുന്ന കുറ്റങ്ങൾ. അതെന്താണ്? അള്ളാഹു പുറത്തു തന്നേക്കാം. അതനുസരിച്ച് പഠിപ്പിച്ചെന്ന ഈ മൂന്ന് കുറ്റങ്ങൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനം, അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത ദുൽമിന്റെ അടിസ്ഥാനം ഹവയാണ്. അവിടുന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഈ ശിർക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ലോകത്ത് ഏതെല്ലാം ആരാധനയുണ്ടോ, അള്ളാഹ് അല്ലാത്ത ഏർക്കെല്ലാം ആരാധിക്കുന്നുണ്ടോ അവരൊക്കെ പിൻപറ്റുന്ന അവരുടെ മനസ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ കല്ലിൽ എന്ത് ചെയ്യുക? ദൈവമുണ്ട്, ഇതിനെ പൂച്ചാൽ അത് കിട്ടും. അല്ലെങ്കിൽ എന്താണ്? വിജയത്താരൻ പറയാണ് എന്ത് ചെയ്യുക? ഇതില് വലിയ കാര്യമൊന്നുമില്ല. ഉപ്പാപ്പമാരെന്ത് ചെയ്യുക? അവര് വന്നിച്ചു, ബഹുമാനിച്ചു, നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, അതിലൊന്നും വലിയ യുക്തിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ചെറുതാക്കി കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? വിദേഹത്തിന് വാരിപ്പുണരുക. കാരണം അവന്റെ സ്റ്റാറ്റസിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന അതാണ്. അപ്പൊ ഞാനും സ്റ്റാൻഡേർഡ് ആകണമെങ്കിൽ എന്ത് വേണം? എനിക്ക് ഇവരെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു തത്വദേശ ഇല്ലാതെ അവൻ ആ വിദേഹത്തിന്റെ ആൾക്കാരെ കൂടെ കൂടും. അത് എവിടെ നിന്നുണ്ടാകുന്ന? ഹവയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ അവിടെ എല്ലാം സംഭവിക്കുന്ന ഈ ഹവയെ പിൻപറ്റുകയാണ്. അപ്പൊ ഈ ഹവയെ പിൻപറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പുറത്തു തരാത്ത സംഗതിയാണ്. അതുപോലെ പിന്നെ മറ്റൊന്ന്, അള്ളാഹു ഒഴിച്ചിടാത്ത ദുൽമ്, അക്രമം എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കോപമാണ്. കോപം നടത്തിയോ നാളെ മറുപടി പറയേണ്ടി ഉറപ്പായിട്ട്. നേരത്തെ പറഞ്ഞ മൂന്നാമത് പറഞ്ഞ അള്ളാഹു മാപ്പ് നൽകിയേക്കാവുന്ന ദുൽമ്, അതിന്റെ ഉറവിടം ഷഹ്വത്താണ്, വികാരമാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഇമാം ആറാസി വിശദീകരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങൾ ഏത്? നേരത്തെ പറഞ്ഞ പിന്നെ ഷഹ്വത്താകട്ടെ, അല്ലെങ്കിൽ അതുപോലെ വലബാകട്ടെ, അതുപോലെ തന്നെ ഹവ, ഈ മൂന്ന് കാര്യങ്ങൾ, ഇതിനെല്ലാം ഓരോ റിസൾട്ടും ഉണ്ട്. ഇതിനെല്ലാം അതിൻ്റെതായ ഗുണങ്ങൾ വന്നു ചേരും. അതാ ഇമാം ബുഖുലു, അത്യാഗ്രഹവും പിശുക്കും ഷഹ്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അത് ഒരാളെന്ത് ചെയ്യുക? ഷഹ്വത്തിന്, വികാരത്തിന് കീഴ്പ്പെടുന്നവരാണ്. ഏത് മനുഷ്യനും വികാരം ഉണ്ടാവും. ആ ഓരോരുത്തരുടെ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാ ചില ആൾക്കാർ പിശുക്കന്മാരായി മാറുന്നത്. പണത്തിനോട് വല്ലാത്ത സ്നേഹം കൂടുമ്പോൾ അത് അവന്റെ ഒരു വികാരമാണ്. ആ വികാരത്തിലാണ് അവൻ പിശുക്കനായി മാറുന്നത്. അതുപോലെ തന്നെ പണം വല്ലാതെ കിട്ടാൻ മോഹിക്കുന്ന അത്യാഗ്രഹം വരുന്നതും ആ ഷഹ്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ അടിസ്ഥാനപരമായി ഒരു മനുഷ്യനുള്ള അവന്റെ വികാരം, ആ വികാരത്തിന്റെ ഗുണങ്ങളാണ് അത്യാഗ്രഹവും
പിശുക്ക്. അതുപോലെ വൽ ഉജുബു വൽ കിബർ, ഉൾനാട്യവും അഹങ്കാരവും. ഞാൻ ഓക്കെ, ഞാൻ തരക്കേടില്ല, ബാക്കിയുള്ളവരെക്കാളൊക്കെ ഞാൻ മെച്ചാണ് എന്ന ഉൾനാട്യം. അതുപോലെ കിബർ, ഞാൻ ആരാണ്, എന്നോട് ചോദിക്കാൻ ഇവൻ ഏതാണ് എന്നിങ്ങനെ കാണിക്കുന്ന അഹങ്കാരം. ഇതെല്ലാം നതീജത്തുൽ ഗളബിന്റെ നതീജയാണ്. അപ്പൊ ഈ അങ്ങനെ ചൂടാകുന്നവൻ, ചൂടാകാനുള്ള അവന്റെ കാരണം അവൻ എന്താ കിബറിന്റെ ചിന്തയുണ്ടായത് കൊണ്ടാ, ഉൾനാട്യത്തിന്റെ ചിന്തയുണ്ടായത് കൊണ്ടാ. ഞാൻ എല്ലാത്തിനും മേലെയാണ് ചിന്ത വരുമ്പോഴാണ് അങ്ങനെ ചൂടാകാൻ തോന്നുന്നത്, എപ്പോഴും ചൂടാകുന്നത്, എപ്പോഴും പൊട്ടിത്തെറിക്കുന്നത്. അവന്റെ അധികാരത്തേട്ടമാണ്. അധികാരം തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചൂടുകൾ വരുന്നത്. അപ്പൊ അത് കിബറാണ്, അല്ലെങ്കിൽ റുജുബാണ്. അതുപോലെ അവിശ്വാസവും പുത്തൻവാദവും, ഫിരിയത്തും അതുപോലെ തന്നെ പുത്തൻവാദം ഇതെല്ലാം നതീജത്തുൽ ഹവയുടെ നതീജയാണ്. ഇച്ഛയെ പിന്തുടരുന്നതിന്റെ ഗുണങ്ങളാണ് അവിശ്വാസിയാകുന്നതും പുത്തൻവാദിയാകുന്നതുമെല്ലാം. അതാ ആയിട്ട് പറയാ, ഈ പറഞ്ഞ 6 കാര്യം ഒരുമിച്ച് കൂടിയാൽ, അഥവാ നേരത്തെ പറഞ്ഞ പിശുക്കും അത്യാഗ്രഹവും, ഉൾനാട്യവും അഹങ്കാരവും, അവിശ്വാസം വിധേയത്വം, ഈ 6 കാര്യം ഒരുമിച്ച് കൂടിയാൽ മനുഷ്യന്മാരിൽ, മനുഷ്യസന്തതികളിൽ, ആദനബിയുടെ സന്തതി മനുഷ്യന്മാരിൽ ഈ 6 കാര്യം ഒരുമിച്ച് കൂടിയാൽ തവല്ലദ മിൻഹാ സാബിഉൻ, അവിടെ പിന്നെ 7ാമത്തൊന്നും ഉണ്ടായിത്തീരും. അതേതാ ഗുണം? വഹുവൽ ഹസദു, അതാണ് അസൂയാകുന്ന ഗുണം. വഹുവ നിഹായത്തുൽ അഖ്ലാഖി ദമീമ, ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് അസൂയ എന്ന് പറഞ്ഞത്. റാസി പറയാണ്, ഈ 6 കാര്യം ഒരുമിച്ച് കൂടിയാൽ പിന്നെ 7ാമതുണ്ടാകുന്ന ഗുണമാണ് അസൂയ. അസൂയാണെങ്കിലോ ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട സ്വഭാവമാണ്. ഇതുപോലെ ലോകത്ത് നിന്ദ്യരായ വ്യക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും നിന്ദ്യനാരാണ്? ശൈത്താനാണ്. ഏറ്റവും നിന്ദ്യനാരാണ്? ശൈത്താനാണ്. അപ്പൊ അതുപോലെ ശൈത്താൻ ഏറ്റവും നിന്ദ്യനായതുപോലെ ഏറ്റവും നിന്ദ്യമായ സ്വഭാവമാണ് അസൂയ എന്ന് പറഞ്ഞാൽ, കൂട്ടത്തിൽ പറയാം, ഇങ്ങനെ എല്ലാ സ്വഭാവത്തെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം ഹസദായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ഷർറുകളുടെയും അവസാനമായി അള്ളാഹ് പറഞ്ഞ ഹസദിനെ കുറിച്ച് സൂറത്തുൽ ഫലക്കിൽ അള്ളാഹു റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അള്ളാഹ് പടച്ച എല്ലാ ഷർറുകളെ കാവലിൽ ചോദിക്കുന്നു. അവസാനം അള്ളാഹ് പറഞ്ഞത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഒരു അസൂയക്കുമുള്ള ഷർറത്തും അള്ളാഹു നമ്മുടെ കാവലിൽ ചോദിക്കുന്നു. അപ്പൊ അസൂയയുടെ ഷർറ് വല്ലാത്ത ഷർറാണ്. റാസി പറയാണ്. അതുപോലെ ഈ ശൈത്വാനിയായ വൃത്തികെട്ട സ്വഭാവങ്ങളുടെ മുഴുവൻ അതിന്റെ അവസാനം വരുന്നത് എന്ത് ചെയ്യാ? വസ്വാസ്. ആ വസ്വാസിനെ അള്ളാഹു തആല അവസാനം പറഞ്ഞു. ഇതുപോലെ നമ്മുടെ സൂറത്തുൽ നാസിന്റെ അവസാനം അള്ളാഹ് പറഞ്ഞ ഏറ്റവും വലിയ അടങ്ങേറ് ഈ ശൈത്താൻ ഉണ്ടാകുന്ന വസ്വാസാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഹസദിനേക്കാൾ മോശപ്പെട്ട വേറെ ഒരു സ്വഭാവമില്ല. മനുഷ്യന്മാരിൽ അസൂയേക്കാൾ മോശപ്പെട്ട വേറെ ഒരു സ്വഭാവമില്ല. അത്രമാത്രം കെട്ട സ്വഭാവമാണ് ഹസദ്. ഈ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താനേക്കാൾ മോശപ്പെട്ടത് വേറെ ഇല്ലാത്തതുപോലെ അവിടെ പറയാ, ബൽ ഖീല അൽ ഹസദു അശറു മിൻ ഇബ്ലീസ്, അല്ല എന്നല്ല പറയപ്പെട്ടിട്ടുണ്ട്, അൽ ഹാസിദു, അസൂയ വെക്കുന്ന ആൾ അശറു മിൻ ഇബ്ലീസ്, ഇബ്ലീസിനേക്കാൾ മോശപ്പെട്ടവനാണ് അസൂയാലു. ഇബ്ലീസിനേക്കാൾ മോശപ്പെട്ടവനാണ് അസൂയാലു. കാരണം ഇബ്ലീസിനെ കുറിച്ച് പറയാണ്, റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു സംഭവം ഉണ്ട്. എന്താ സംഭവം? അന്നഹു അതാ ബാബ ഫിർഔൻ വഖറഅൽ ബാബ്. ഇബ്ലീസ് ഒരിക്കൽ ഫിർഔൻ, ലോകത്തെ വലിയ സാമ്രാജ്യത്വവാദിയും അഹങ്കാരിയുമായ ഫറോവയുടെ വാതിൽ ഇബ്ലീസ് മുട്ടി എന്നാണ്, വാതിൽ മുട്ടി. വഖറഅൽ ബാബ്, വാതിൽ മുട്ടി. ഫഖാല ഫിർഔൻ, ഫിർഔൻ ചോദിച്ചു എന്നാ, മൻ ഹാദാ, ആരാ വാതിൽ മുട്ടുന്നത്? ഫഖാല ഇബ്ലീസ് പറഞ്ഞു, ലൗ കുന്ത ഇലാഹൻ ലമാ ജഹിൽതനി, നീ ഇലാഹാണെ പിന്നെ എന്നെ അറിയാതിരിക്കും. ഫറോനെ, നീ ഇലാഹാണെന്നാ വാദിക്കുന്നത്, ലോകത്തെ വലിയ തമ്പുരാനാണെന്നാ വാദിക്കുന്നത്, നീ അങ്ങനെ ഇലാഹാണെങ്കിൽ പിന്നെ എന്നെ അറിയാതിരിക്കോ എന്ന് ഇബ്ലീസ് തിരിച്ചു ചോദിച്ചു എന്നാ. അങ്ങനെ ഫലമ്മാ ദഖല, ഇബ്ലീസ് അങ്ങനെ ഫറോവയുടെ റൂമിൽ കയറിയപ്പോ ഖാല ഫിർഔൻ ചോദിച്ചു എന്നാ, ആ തഅരിഫുൽ അർദി ശർറൻ മിന്നി വമിൻക, ഓ ഇബ്ലീസ്, നിനക്കറിയാവോ നിന്നെക്കാളും എന്നെക്കാളും ഈ ഭൂമി മോശപ്പെട്ട ആൾ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, നഅം, അതെ, എന്നെക്കാളും മോശപ്പെട്ടവനുണ്ട്. അത് ഏതാണെന്നറിയോ? അൽ ഹാസിദു, അസൂയാലുമാണ്.
അസൂയ കൊണ്ട് നടക്കുന്നവൻ എന്ത് ചെയ്യുക? അവൻ എന്നെക്കാളും മോശപ്പെട്ടവനാണെന്ന് ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവനായി ഇബ്ലീസ് ഫറോവയോട് പറഞ്ഞ കഥയുണ്ട്. മാത്രമല്ല ഫിറോ പറഞ്ഞു, ഈ ഇബ്ലീസ് പറഞ്ഞു, വബിൽ ഹസദി വഖഅതു ഫീ ഹാദിഹിൽ മീന, ഹസദിലൂടെ അസൂയയിലൂടെയാണ് ഞാൻ ഈ പരീക്ഷണത്തിൽ വീണുപോയത്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ ഇങ്ങനെ നിന്ദനാക്കിയത് ഞാൻ അതിന്റെ പേരിൽ എന്ത് ചെയ്യുക, അസൂയിച്ചത് കൊണ്ടാണ്. അപ്പൊ ഹസദിലൂടെയാണ് ഞാൻ ഈ പരീക്ഷണത്തിൽ വീണുപോയത് എന്ന് ഇബ്ലീസ് പറയുന്നു. അപ്പൊ ഇബ്ലീസിനേക്കാൾ മോശപ്പെട്ടവനാണ് ഒരു വേള ഹാസിദ്, അസൂയ വെക്കുന്നവൻ എന്നർത്ഥം. അത്രമാത്രം മോശപ്പെട്ട സ്വഭാവമാണ് ഹസദ് എന്നർത്ഥം. അപ്പൊ ഇമാം റാസി ഇദാ അറഫ്ത ഹാദാ ഫനഖൂൽ, നീ ഇത് മനസ്സിലാക്കി നമ്മൾ പറയാണ്, ഈ ഉസൂലുൽ അഖ്ലാഖിൽ ഖബീഹ ഹിയ തിൽക സലാസ, അടിസ്ഥാനപരമായി എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളുടെ അടിസ്ഥാനമാണ് നേരത്തെ 3 കാര്യങ്ങൾ: ഷഹ്വത്ത്, ഗളബ്, അതുപോലെ തന്നെ ഹവ. ഈ 3 കാര്യങ്ങളും വല്ല ഉലാദു വൻ നതാജു ഹി ഹാദിഹി സബ്അൽ മദ്കൂറ, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ 7 ഗുണങ്ങളും. അപ്പൊ ഈ 7 ഗുണങ്ങൾ, അതിന്റെ ഫലമായിട്ടുള്ള 7 ഗുണങ്ങൾ, ഈ 7 ഗുണങ്ങളെ തടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല സൂറത്തുൽ ഫാത്തിഹ 7 ആയത്ത് വെച്ചിട്ടുള്ളത്. എന്താ? അൻസലല്ലാഹു തആല സൂറത്തുൽ ഫാത്തിഹ, അല്ലാഹു തആല ഫാത്തിഹ സൂറത്തിനെ ഇറക്കി. വഹുവ സബഉ ആയാത്തിൻ, അത് 7 ആയത്തുകളാണ്. ലിഹസ്മി ഹാദിഹിൽ ആഫാത്തി സബ്അ, ഈ പറഞ്ഞ 7 വൃത്തികെട്ട ഗുണങ്ങളെ തടുക്കാൻ വേണ്ടിയുള്ള, അതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള 7 ആയത്തുകൾ ആ സൂറത്തുൽ ഫാത്തിഹയുടെ 7 ആയത്തുകൾ എന്ന് ഇമാം റാസി പറയുകയാണ്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയുടെ 7 ആയത്തുകൾ 7 ദുർഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ മന്ത്രങ്ങളാണ്. അതാ ഫനഖൂൽ, നമ്മൾ പറയുന്നു, മൻ ഖാല അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ഒരാൾ ഓതിയാൽ ഫഖദ് ശക്കറല്ലാഹ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്തവനാണ് അവൻ. വഖതഫാ ബിൽ ഹാസിബ സാലത്ത് ശഹവതുഹു, അവന്റെ ശഹവത്ത് നീങ്ങിപ്പോവാൻ അത് കാരണമാണ്. മൻ അറഫ അന്നഹു റബ്ബുൽ ആലമീൻ, അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ റബ്ബിൽ ആലമീൻ മനസ്സിലാക്കി ഓതുന്നവനാണെങ്കിൽ സാല ഹർസുഹു ഫീമാ ലം യജിദ്, ഒരാൾക്ക് കിട്ടാത്ത കാര്യത്തിൽ അവന്റെ അത്യാഗ്രഹം മാറിപ്പോവുകയാണ്. വബഖലുഹു ഫീമാ വജദ, കിട്ടിയതിലുള്ള പിശുക്കും മാറിപ്പോവുകയാണ്. ഫന്തഫഅത് അൻആഫത്തു ശഹവതി വലദ്ദാതുഹാ, അതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ശഹവത്തിന്റെയും അതിലൂടെ ഉണ്ടാകുന്ന ദുർഗുണങ്ങളുടെയും അപകടം ഒഴിവാവുകയാണ്. അതുപോലെ അമൻ അറഫ അന്നഹു മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ ഓതുമ്പോൾ ബഅദ അൻ അറഫ അന്നഹു റഹ്മാനുർ റഹീം, അല്ലാഹ് അർ-റഹ്മാൻ റഹീം എന്ന് ഓതി പിന്നെ മാലിക് യൗമിദ്ദീൻ ഓതുമ്പോൾ എന്തൊക്കെ മനസ്സിലാകുന്നു? അപ്പോ ഒരാൾ റഹ്മാൻ റഹീമാണ് റബ്ബെന്ന് മനസ്സിലാക്കുമ്പോൾ സാല ഖളബുഹു, അവന്റെ ഖളബ് നീങ്ങിപ്പോവുകയാണ്. അവന് പിന്നെ ദേഷ്യം പിടിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു, ഈ പ്രതിഫലനാൾ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു തആല അവനാണ് മാലിക്, അവനാണ് എല്ലാ മുൽക്കും ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കാണെന്ന് വരുമ്പോ അഹങ്കാരം കാണിക്കാൻ, കിബ്ർ കാണിക്കാൻ, അവൻ ഈ മനുഷ്യന് ഖളബ് കാണിക്കാൻ ചൂടാകാനുള്ള അവസ്ഥയില്ല. അതാ വമൻ ഖാല ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ സാല കിബ്റുഹു ബിൽ അവ്വലി വഉജുബുഹു ബിസ്സാനി, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഓതുമ്പോൾ ഇയ്യാക നഅബ്ദു പറയുമ്പോൾ തന്നെ കിബ്ർ മാറുകയാണ്. അതുപോലെ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നമുക്കൊരു കഴിവില്ല, നീ സഹായിച്ചാലേ സഹായമുള്ളൂ എന്നത് വരുമ്പോ അവനെ ഉൾനാട്ടിൽ പോവുകയാണ്. അതുപോലെ അപ്പൊ മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ വരുമ്പോൾ ഓതുമ്പോൾ ഈ ഖളബിന്റെ ആഫത്തുകളൊക്കെ മാറുകയാണ്. അതുപോലെ ഫൈദാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ മാർഗ്ഗത്തിൽ ചേർക്കണേ എന്ന് പറയുമ്പോൾ ഇൻദഫഅനു ശൈത്വാനിൽ ഹവ ശൈത്താൻ ഉണ്ടാക്കുന്ന ഹവ അവരത്തിട്ട് മാറിപ്പോവുകയാണ്. ഫൈദാ ഖാല സിറാത്തൽ ലദീന അൻഅംത അലൈഹിം സാല അൻഹു കുഫ്റുഹു വശുബഹതുഹു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഓതുമ്പോൾ അവന്റെ കുഫറും ശുബഹത്തും ഒക്കെ മാറിയിരിക്കുകയാണ്. അവന്റെ സന്ദേഹങ്ങളും അവന്റെ അവിശ്വാസമൊക്കെ മാറിപ്പോകാൻ കാരണമാണ്. فإذا قال غير المغضوب عليهم ولا الضالين പറയും ഇൻദഫഅതു അൻ ബിദ്അത്തു, അവന്റെ ബിദ്അത്ത് പുത്തൻവാദമൊക്കെ മാറിപ്പോകാൻ കാരണമാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വല ദ്ദാലീൻ. അപ്പോൾ ഫതബത അന്ന ഹാദിഹിൽ ആയാത്ത് സബഅ, ഈ 7 ആയത്തുകൾ ദാഫിഅത്തു ലിതിൽകൽ അഖ്ലാഖുൽ ഖബീഹ സബഅ, മോശപ്പെട്ട 7 സ്വഭാവങ്ങളെ വിമലീകരിക്കാനുള്ളതാണ് 7 ആയത്തുകൾ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുന്നത് കാണാം. നമ്മുടെ സമയമായില്ല അല്ലേ? ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا بمغفرتك يا خير الغافرين وارحمنا برحمتك يا أرحم الراحمين. فضل صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.
عليكم السلام ورحمة الله وبركاته.